നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒടുവിൽ ഷാജഹാൻ ഷെയ്ഖിന്റെ അവസ്ഥയിലേക്ക് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബംഗാളിലെ സന്ദേശ് ഗാലിയിൽ 2024 ജനുവരി 5-നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ ബംഗാൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ആക്രമണമുണ്ടായത്. റേഷൻ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് നേതാവായിരുന്ന ഷാജഹാൻ ഷെയ്ഖിന്റെ വസതിയിൽ ED റെയ്ഡ് നടത്താൻ എത്തിയപ്പോഴായിരുന്നു സംഭവം. ഷാജഹാൻ ഷെയ്ഖിന്റെ അനുയായികളായ 1000-ഓളം വരുന്ന ജനക്കൂട്ടം ഉദ്യോഗസ്ഥരെയും അവർക്ക് സുരക്ഷയൊരുക്കിയ കേന്ദ്രസേനയെയും ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ നിരവധി ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ഉദ്യോഗസ്ഥരുടെ ഫോണുകളും പ്രധാന രേഖകളും അക്രമികൾ നശിപ്പിക്കുകയും വാഹനങ്ങൾ തകർക്കുകയും ചെയ്തു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഷാജഹാൻ ഷെയ്ഖിനെ 2024 ഫെബ്രുവരി 29-ന് ബംഗാൾ പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർന്ന് ഇയാളെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് കേസ് CBI ഏറ്റെടുക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തു. ഇപ്പോൾ ഷാജഹാൻ ഷെയ്ഖ് ജയിലിലാണ്. തലസ്ഥാനത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് പിണറായി വിജയന്റെ അറിവോടെയാണെന്ന് CPM വിശ്വസിക്കുന്നു. റെയ്ഡിന് ശേഷം മാധ്യമങ്ങളെ കണ്ട പിണറായി കലാപത്തിന് പരസ്യമായി ആഹ്വാനം നൽകിയെന്നും ED ആരോപിക്കുന്നു. അതിനാൽ ഷാജഹാന്റെ പ്രവൃത്തിക്ക് സമാനമാണ് പിണറായിയുടെ പ്രവൃത്തിയെന്ന് ED വിശ്വസിക്കുന്നു. തലസ്ഥാനത്തും കോഴിക്കോടും കണ്ണൂരും ജനങ്ങളെ കൂട്ടി പ്രതിഷേധിക്കാൻ പിണറായി തന്നെ ആഹ്വാനം നൽകിയെന്ന് കേന്ദ്ര സർക്കാർ വിശ്വസിക്കുന്നു. കേന്ദ്രം ഗവർണറിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് ഈ സാഹചര്യത്തിലാണ്. ഗവർണർ റിപ്പോർട്ട് നൽകിയാൽ ഉടൻ കേന്ദ്ര സർക്കാർ തുടർ നടപടികളിലേക്ക് നീങ്ങും. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയതിന് സമാനമായ ആക്രമണമാണ് ED ഉദ്യോഗസ്ഥർക്ക് നേരെ തലസ്ഥാനത്തുണ്ടായത്. ED സംഘം ഒരു ഏജൻസി വഴി വാടകയ്ക്കെടുത്ത 3 വാഹനങ്ങളാണ് CPM പ്രവർത്തകർ ആക്രമിച്ചത്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് കേന്ദ്ര ഏജൻസി ഉദ്യോഗസ്ഥർക്ക് നേരെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡിനെത്തിയത് 3 ED ഉദ്യോഗസ്ഥരും അക്കൗണ്ടുകൾ പരിശോധിക്കാൻ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയുമാണ്. വനിതകൾ ഉൾപ്പെടെ 8 CRPF ജീവനക്കാരാണ് സുരക്ഷയ്ക്കായി എത്തിയത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ റെയ്ഡ് നടത്തി മടങ്ങുന്നതിനിടെ ED ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സർക്കാരിൽ നിന്നും റിപ്പോർട്ട് തേടും. പോലീസിന്റെ ഭാഗത്തു നിന്ന് വൻ സുരക്ഷാ വീഴ്ച ഉണ്ടായതായാണ് വിലയിരുത്തൽ. CPM പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിൽ ED ഡയറക്ടർ രാഹുൽ നവീനും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആക്രമണത്തിൽ പരാതി നൽകി നിയമ നടപടികൾ കടുപ്പിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും വാഹനം തല്ലി തകർക്കുകയും ചെയ്തതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും വധശ്രമത്തിനും ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ED തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടാവാനുള്ള സാധ്യത പോലീസ് മുൻകൂട്ടി കണ്ടില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട്. സ്ഥലത്ത് മതിയായ പോലീസിനെ വിന്യസിക്കുന്നതിൽ തിരുവനന്തപുരം സിറ്റി പോലീസിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായാണ് വിമർശനം. ആൾക്കൂട്ടത്തിനിടയിലേക്ക് EDയുടെ വാഹനം കടത്തിവിട്ടതും സുരക്ഷാ വീഴ്ചയായാണ് വിലയിരുത്തപ്പെടുന്നത്. ബുധനാഴ്ച വൈകുന്നേരമാണ് തിരുവനന്തപുരത്തുള്ള പിണറായി വിജയന്റെ വസതിയിൽ പരിശോധന കഴിഞ്ഞിറങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ CPM പ്രവർത്തകർ ആക്രമണം നടത്തിയത്. ഇഷ്ടികകളും കല്ലുകളും ഉപയോഗിച്ച് വാഹനങ്ങളുടെ ചില്ലുകൾ തകർത്തു. പ്രവർത്തകർ ഉദ്യോഗസ്ഥരെ അസഭ്യം പറയുകയും കൂക്കി വിളിക്കുകയും ചെയ്തു. വീടിന്റെ കോമ്പൗണ്ടിലേക്ക് കുപ്പികളും ചെരുപ്പുകളും വലിച്ചെറിഞ്ഞു. വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ED സംഘം 10 മിനിറ്റിലധികം പ്രകോപിതരായ ഈ ജനക്കൂട്ടത്തിനിടയിൽ കുടുങ്ങിക്കിടന്നു. പോലീസിന്റെ പ്രവർത്തകരെ നിയന്ത്രിക്കാനോ വാഹനങ്ങൾക്ക് വഴിയൊരുക്കാനോ സാധിച്ചില്ല. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് ലഭിച്ചതിന് പിന്നാലെ അതീവ രഹസ്യമായാണ് ED പിണറായി വിജയന്റെ വീടുകളിൽ ഉൾപ്പെടെ റെയ്ഡിനെത്തിയത്. സംസ്ഥാന പോലീസിന് വിവരം അറിയിക്കാതെ CRPFന്റെ സുരക്ഷയിലാണ് സംഘം രാവിലെ 6:30-ഓടെ ബേക്കറി ജംഗ്ഷനിലെ പിണറായി വിജയന്റെ വാടക വീട്ടിലെത്തിയത്. ആരുടെ വീട്ടിലാണ് പരിശോധന എന്ന് CRPF ജവാന്മാർക്ക് അറിവുണ്ടായിരുന്നില്ല. പള്ളിപ്പുറം ക്യാമ്പിൽ നിന്നുള്ള CRPF ജവാന്മാർ വീടിനുള്ളിൽ കടന്നപ്പോഴാണ് പിണറായി വിജയനെ കാണുന്നതും മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിലാണ് റെയ്ഡ് എന്നും അറിയുന്നത്. ED സംഘത്തിന് വേണ്ടിയാണ് വാഹനം വാടകയ്ക്ക് എടുക്കുന്നതെന്ന് അറിയില്ലായിരുന്നുവെന്നും അറിഞ്ഞെങ്കിൽ പോകില്ലായിരുന്നുവെന്നും തകർന്ന ഒരു വാഹനത്തിന്റെ ഡ്രൈവർ പറഞ്ഞു. രാവിലെ 7 മണിക്ക് തുടങ്ങിയ റെയ്ഡ് നീണ്ടപ്പോൾ പുറത്തു പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പ്രവർത്തകർ തടിച്ചുകൂടി. മുൻമന്ത്രി V ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അടിയന്തരമായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നതിന് ശേഷം CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനും സ്ഥലത്തെത്തി. പല മേഖലകളിൽ നിന്ന് കൂട്ടത്തോടെ പ്രവർത്തകർ എത്തിയതോടെ വീട്ടിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമവും ഉണ്ടായി.
ഇതിനിടയിൽ പുറത്ത് കാവൽ നിന്ന പോലീസുകാരന്റെ ഹെൽമറ്റ് വലിച്ചെടുത്ത് പ്രവർത്തകർ CRPF ഉദ്യോഗസ്ഥർക്ക് നേരെ എറിഞ്ഞു. തുടർന്ന് കല്ലും കുപ്പികളും വലിച്ചെറിഞ്ഞു. സംഘർഷം കൈവിട്ടു പോകുമെന്ന് തോന്നിയ നേതാക്കൾ പ്രവർത്തകരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ വീടിന്റെ ഗേറ്റിന് മുന്നിലെത്തിയ മാറിയ പ്രവർത്തകർ റോഡിൽ തന്നെ കുത്തിയിരിക്കുകയായിരുന്നു. റെയ്ഡ് അവസാനിപ്പിച്ച് ED ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വരും മുമ്പ് പോലീസ് വീടിന് മുന്നിൽ നിലയുറപ്പിച്ചിരുന്നു. എന്നാൽ ED ഉദ്യോഗസ്ഥർ കാറിൽ കയറിയത് കണ്ടതോടെ കൂക്കിവിളികളുമായി കൂടുതൽ പ്രവർത്തകർ തടിച്ചുകൂടി. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കളും വീടിന് പുറത്തുണ്ടായിരുന്നു. ആദ്യം വാഹനം പുറത്തു വന്നപ്പോൾ തന്നെ പോലീസിനെ തള്ളിമാറ്റി പ്രവർത്തകർ കാറിന്റെ ചില്ല് അടിച്ചു തകർത്തു. ഇടുങ്ങിയ റോഡിലൂടെ വാഹനങ്ങൾ മുന്നോട്ട് പോയി ആൾക്കൂട്ടത്തിൽ കുടുങ്ങിയതോടെ രണ്ട് വശത്തെ ചില്ലുകളും കണ്ണാടികളും CPM പ്രവർത്തകർ അടിച്ചു തകർത്തു. വലിയ ഇഷ്ടികകൾ എറിഞ്ഞാണ് ചില്ലുകൾ തകർത്തത്. കാറിലുണ്ടായിരുന്ന ED ഉദ്യോഗസ്ഥരെയും കയ്യേറ്റം ചെയ്തു. ബിനീഷ് കോടിയേരി ഉൾപ്പെടെ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ ഇടപെടാതെ പിണറായിയുടെ വീട്ടിലേക്ക് കയറി പോവുകയായിരുന്നു. പുറത്ത് അക്രമം നടക്കുമ്പോൾ പിണറായി വിജയൻ വീടിന് പുറത്തേക്ക് എത്തി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. ബേക്കറി ജംഗ്ഷനിൽ നിന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെട്ട ED സംഘം തകർന്ന വാഹനങ്ങളിൽ നേരെ തമ്പാനൂർ സ്റ്റേഷനിലേക്കാണ് എത്തിയത്. 2 കാറുകളുടെ ചില്ലുകളും പൂർണ്ണമായി അടിച്ചു തകർത്തിരുന്നു. കാറിലുണ്ടായിരുന്ന ബാങ്ക് ഉദ്യോഗസ്ഥ ഉൾപ്പെടെ വല്ലാതെ പരിഭ്രാന്തരായാണ് തമ്പാനൂർ സ്റ്റേഷനിലേക്ക് കയറിയത്. തുടർന്ന് പരിക്കേറ്റ ഡ്രൈവറെ പോലീസ് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അത്രയും CPM നേതാക്കൾ അവിടെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ആക്രമണം നടക്കുമെന്ന് കരുതിയില്ലെന്നും CRPF ഉദ്യോഗസ്ഥർ പറഞ്ഞു. EDയുടെ ഭാഗത്തു നിന്ന് അറിയിപ്പൊന്നും ലഭിച്ചിരുന്നില്ലെന്നും അധിക സുരക്ഷ ആവശ്യപ്പെട്ടിരുന്നില്ലെന്നും സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. റെയ്ഡ് വിവരം രാവിലെ അറിഞ്ഞപ്പോൾ പോലീസിനെ അയച്ചു. ആവശ്യത്തിന് പോലീസ് ഉണ്ടായിരുന്നു. എന്നാൽ ഇടുങ്ങിയ വഴിയിൽ വെച്ച് പോലീസിനെ മറികടന്ന് ആൾക്കൂട്ടം EDയുടെ കാർ ആക്രമിക്കുകയായിരുന്നു. പ്രതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്യുമെന്നും റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. ഇവിടെയാണ് ആഭ്യന്തരമന്ത്രി പോലീസ് പിണറായിക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്തത്. റെയ്ഡ് വിവരം അറിയിച്ചില്ലെന്ന പേരിൽ കേരള സർക്കാർ മാറി നിന്നു. മുഖ്യമന്ത്രി VD സതീശന് വിഷയത്തിൽ ഇടപെട്ടില്ല. സംഭവം രാവിലെ തന്നെ മന്ത്രി രമേശ് ചെന്നിത്തലയെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചെങ്കിലും ഇതേ കേസിൽ ആരോപണ വിധേയനായ ചെന്നിത്തല മിതവാദം പുറത്തെടുത്തു. മന്ത്രിക്ക് കേസിൽ താല്പര്യമില്ലെന്ന് മനസ്സിലാക്കിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്ത്രപരമായി മാറി നിന്നു. സിറ്റി പോലീസ് കമ്മീഷണറുടെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ എത്തിയത് ADGP വെങ്കടേഷ് എത്തിയതിന് ശേഷമാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ തന്നെയാണ് പോലീസ് പ്രവർത്തിക്കുന്നത്. സർക്കാരിന് താല്പര്യമില്ലെന്ന് കണ്ടാൽ അവർ വിട്ടുകളിക്കും. കഴിഞ്ഞ 10 കൊല്ലം സേനയെ നയിച്ച പിണറായി വിജയനെ പിണക്കാൻ അവർ തയ്യാറായതുമില്ല. പിണറായി വിജയന്റെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിക്ഷേപങ്ങളുടെയും ബാങ്ക് സ്ഥിര നിക്ഷേപങ്ങളുടെയും അടക്കം രേഖകൾ കണ്ടെത്തിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞു. റെയ്ഡിന് ശേഷം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് EDയുടെ വിശദീകരണം. ഈ രേഖകൾ വിശകലനം ചെയ്യുകയാണെന്ന് മീഡിയ അറിയിച്ചു. എക്സാലോജിക് CMRL സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽസ് ലിമിറ്റഡ് 2019 ജനുവരിയിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയപ്പോൾ ഏകദേശം 130 കോടി രൂപയുടെ വ്യാജ ചെലവുകൾ കണ്ടെത്തിയെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തുടങ്ങുകയും ചെയ്തെന്നും ED പത്രക്കുറിപ്പിൽ പറയുന്നു. ഈ വ്യാജ ചെലവുകളിൽ ഒന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് നൽകിയ തുകയുമായി ബന്ധപ്പെട്ടതാണ്. ED മുമ്പ് നടത്തിയ അന്വേഷണത്തിൽ CMRL മാനേജ്മെന്റും വീണ വിജയനും ചേർന്ന് നിയമവിരുദ്ധമായി പണം സമ്പാദിച്ചുവെന്ന് കണ്ടെത്തിയെന്നും വാർത്താക്കുറിപ്പിലുണ്ട്. ഇതിൽ നിന്നും വീണയുടെ ഭാവി വായിച്ചെടുക്കാം. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ DYFI നേമം ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീജിത്ത് അടക്കം 4 പേർ അറസ്റ്റിലായി. ആക്രമണം നടത്തിയവർ പോലീസിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. വധശ്രമത്തിനാണ് തമ്പാനൂർ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ED ഉദ്യോഗസ്ഥരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. മാരകായുധങ്ങളുമായി ആക്രമിച്ചെന്ന് ഉദ്യോഗസ്ഥർ മൊഴി നൽകി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച CPM പ്രവർത്തകർ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലുണ്ട് എന്ന വിവരത്തെ തുടർന്ന് പോലീസ് അവിടെ എത്തിയിരുന്നു. തുടർന്ന് CPM പ്രവർത്തകരും പോലീസുമായി സംഘർഷമുണ്ടായി. മുൻമന്ത്രി V ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കൾ പോലീസുമായി ചർച്ച നടത്തി. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെയും മരുമകനും ബേപ്പൂർ MLAയുമായ മുഹമ്മദ് റിയാസിന്റെ വീടുകളിലടക്കം 12 ED നടത്തിയ പരിശോധന അവസാനിച്ചതിന് പിന്നാലെയാണ് തിരുവനന്തപുരത്ത് സംഘർഷമുണ്ടായത്. പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ റെയ്ഡ് പൂർത്തിയായതിന് പിന്നാലെ ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾക്ക് നേരെ CPM പ്രവർത്തകർ കല്ലുകളും കുപ്പികളും വലിച്ചെറിയുകയായിരുന്നു. 3 വാഹനങ്ങൾ തകർത്തു. മറ്റു വാഹനങ്ങളുടെ ചില്ലുകൾ തകർന്നിട്ടുണ്ട്. വീടിന് പുറത്തുണ്ടായിരുന്ന പോലീസുകാരുടെ ഹെൽമറ്റുകൾ പിടിച്ചു വാങ്ങിയ പ്രവർത്തകർ അവ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന CRPF ജവാന്മാർക്ക് നേരെ വലിച്ചെറിയുകയും ചെയ്തു. സ്വന്തം പാർട്ടിക്കാരല്ലാത്തവർക്ക് നേരെ EDയുടെ പരിശോധന നടന്നോട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്നും പിണറായി വിജയൻ പ്രതികരിച്ചു. റെയ്ഡ് നടത്തി തളർത്തി കളയാമെന്ന് കരുതണ്ട. എല്ലാ കാലത്തും പാർട്ടിയുടെ അകമഴിഞ്ഞ പിന്തുണയാണ് ലഭിക്കുന്നത്. അതിന് ഒരു കുറവുമില്ല എന്നതിന്റെ തെളിവാണ് ഇന്ന് കണ്ടത്. ഏറെ കാര്യങ്ങൾ പറയാനുണ്ട്, എന്നാൽ അത് പിന്നീട് പറയാം.
പിണറായി വിജയൻ പറഞ്ഞു. പിണറായിയുടെയും മുഹമ്മദ് റിയാസിന്റെയും വീടുകളിൽ നടന്ന റെയ്ഡുകളിൽ പ്രതിഷേധിച്ച് ഡൽഹി ED ആസ്ഥാനത്തേക്ക് CPM നടത്തിയ മാർച്ചിനിടെ പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയെ ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കേരളത്തിൽ 10 ഇടത്ത്, കേരളത്തിന് പുറത്തും 2 ഇടത്തുമാണ് റെയ്ഡ് നടന്നത്. കണ്ണൂരിലെ വീട്ടിൽ രാവിലെ 6 മണിയോടെയാണ് പരിശോധനാ സംഘം എത്തിയത്. സംഘം വീണ വിജയന്റെ മൊഴിയെടുത്തതായാണ് റിപ്പോർട്ടുകൾ. CMRL MD ശശീന്ദ്രൻ കർത്തയുടെ വീട്ടിലും ED സംഘമെത്തി റെയ്ഡ് നടത്തുന്നുണ്ട്. EDക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുമെതിരെ CPM നേതാക്കൾ പ്രസ്താവനയുമായി രംഗത്തെത്തി. മാസപ്പിടി കേസിൽ ED അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് നടപടി. പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയൻ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. വ്യാജ ചിലവുകളുടെ മറവിൽ CMRL കമ്പനിയിൽ നിന്ന് വിവിധ വ്യക്തികൾക്ക് കോടിക്കണക്കിന് രൂപ ഫണ്ടായി വകമാറ്റി നൽകിയെന്നാണ് കേസ്. ഇത്തരത്തിൽ നിയമവിരുദ്ധമായി പണം കൈപ്പറ്റിയ പ്രധാന ഗുണഭോക്താക്കളിൽ ഒരാൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് മീഡിയ അറിയിച്ചു. ഷാജഹാൻ ഷെയ്ഖിന്റെ അവസ്ഥ പിണറായിക്ക് സംഭവിച്ചാൽ കാര്യങ്ങളെല്ലാം വഷളാകും. അന്ന് CPI നേതാക്കൾ ആരും ഒപ്പമുണ്ടായെന്ന് വരില്ലെന്ന് പിണറായിക്ക് നന്നായി അറിയാം.